ഇന്നുണ്ടാക്കുന്നത് ഉണക്കച്ചെമ്മീനും മാങ്ങയും ചേർത്തൊരു കറിയാണ്. തനി നാടൻ കറിയാണ്. അതിനായിട്ട് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു മാങ്ങ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് കീറിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളകാണ്. എരിവിനായിട്ട് വേറെ മുളക് പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് 4 എണ്ണം ചേർക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ സവോളയും 4 ചുവന്നുള്ളി അരിഞ്ഞതും കൂടി ചേർക്കുന്നുണ്ട്. 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി വേകാൻ ആവശ്യമായ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പാകത്തിന് ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കി മൂടി വെച്ച് വേവിക്കാം. ഇനി ഇത് വെന്ത് വരുന്ന സമയത്ത് ഇതിനകത്ത് ചേർക്കാൻ ആവശ്യമായ ഉണക്കച്ചെമ്മീൻ വൃത്തിയാക്കി നന്നായി ചൂടാക്കി എടുക്കാം. ഇനി പകുതി വെന്ത ഈ മാങ്ങയിലേക്ക് ഒരു തക്കാളിപ്പഴം ചെറുതായി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാം. തക്കാളിപ്പഴം ഇട്ട് വെന്ത് വന്ന് കഴിയുമ്പോഴേക്കും അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ചേർത്ത് കൊടുക്കാം. ഉണക്കച്ചെമ്മീൻ ചേർത്ത ശേഷം ഇളക്കി മൂടി വെച്ച് വേവിക്കാം. അത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് 1/2 കപ്പ് തേങ്ങയും 3 ചെറിയ ഉള്ളിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. ചെമ്മീനും മാങ്ങയും നന്നായി വെന്ത് കഴിയുമ്പോൾ ഇതിലേക്ക് നന്നായി അരച്ചു വച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കിയ ശേഷം ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി കറി തിളയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായി ചൂടായി വന്നു കഴിയുമ്പോഴേക്കും ഇതിലേക്ക് താളിപ്പ് തയ്യാറാക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കടുകും കൂടി താളിച്ചത് ചേർത്ത് കൊടുക്കാം. ചൂട് ചോറിന് കൂട്ടാൻ വളരെ ടേസ്റ്റിയായ ചെമ്മീൻ മാങ്ങാക്കറി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.